പിന്നെ ആ സ്ത്രീ ആരാണെന്നും അവരെന്തിനാ അമ്മയെ കാണാൻ വന്നതെന്നൊക്കെ കുഞ്ഞേച്ചിക്കും അറിയാം. പറ, ആരാ അവര്? ഓ, നിങ്ങൾക്കൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലോ. ആ രഹസ്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടാ അമ്മയ്ക്കിപ്പൊ ഇങ്ങനൊരവസ്ഥ വന്നിരിക്കുന്നത്. തടയാൻ വന്നോണ്ടല്ലോ. കറണ്ട് പോയെന്ന് തോന്നുന്നില്ല. ആ റാണിയും ചന്ദ്രയും വിളക്ക് പോലും കത്തിച്ചില്ലല്ലോ. എന്റെ വീട്ടിൽ വന്ന ആളാണ് അവിടെ നിക്കണം. പിന്നെ നിക്കടവിടെ. എന്റെ കൈ. അയ്യോ മോളെ, എന്താ പറ്റിയേ? അയാള് കത്തിയുണ്ട്. മോളെ, വേലായുധേട്ടാ. അയ്യോ, വേലായുധേട്ടാ. ഹോസ്പിറ്റലിൽ പോ. അവന്റെ മുഖവും കാണാൻ പറ്റില്ല. വേലായുധേട്ടാ, എന്താടി? വണ്ടി വിളിക്ക. മോളെ കൈ മുറിഞ്ഞു. മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചോര ഒരുപാട് പോകുന്നു. ഹലോ, ഞാൻ രേഷ്മയാ. ഞാനിന്ന് ശാരദമ്മയുടെ വീട്ടിൽ പോയിരുന്നു. ശാരദമ്മയിൽ ഉണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങൾ കണ്ടപ്പോ അതൊന്ന് ശാലിനെ അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ വിളിച്ചത്. അതിനെന്ത്? രേഷ്മയ്ക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ. ശാരദാമ്മയോടൊപ്പം നിൽക്കുന്ന മറ്റ് 2 മക്കൾക്കും ഞാനീ പറയുന്നത് മനസ്സിലാവണമെന്നില്ല. അതാ അവിടെ വെച്ച് ഞാനൊന്നും സംസാരിക്കാതിരുന്നത്. രേഷ്മ ഇതുവരെ കാര്യം പറഞ്ഞില്ല. ശാരദാമ്മ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൽ പെട്ടിരിക്കുക. എന്തൊക്കെയോ പാപം താൻ ചെയ്തു എന്ന് അവര് തന്റെ മനസ്സിനെ പഠിപ്പിച്ചു വച്ചിരിക്കുക. വിഷ്ണു മരിച്ചതല്ല, വിഷ്ണുവിനെ താനാ കൊന്നതെന്ന് വരെ ശാരദാമ്മ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിനർത്ഥം ശാരദാമ്മയുടെ മനസ്സ് ശാരദാമ്മയിൽ നിന്നും ഒരുപാട് അകന്നു പോയിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? രേഷ്മ, ഇതിപ്പോ എന്താ പറഞ്ഞു വരുന്നേ? ഇതിപ്പം അമ്മയ്ക്ക് മാനസികമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണോ, അതോ ഇതെല്ലാം രേഷ്മയുടെ തോന്നലാണോ? ഒരു തോന്നലുമല്ല, ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളായി പറയുന്നത്. പിന്നെ വിഷ്ണുവിന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണവും ശാരദാമ്മ കാരണമാണെന്ന് സ്വയം ഏറ്റെടുത്തിരിക്കുക മാത്രമല്ല, അതൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്യുക. ഇതൊരിക്കലും ഒരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, കുട്ടികളെ കൊണ്ട് ബലിയിടിച്ചത് വലിയൊരു പാപമായി ശാരദാമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. വിഷ്ണുവിന്റെ ഹാർട്ട് ജീവിച്ചിരിക്കെ വിഷ്ണുവിനു വേണ്ടി കുട്ടികളെ കൊണ്ട് ബലിയിടിപ്പിച്ചത് ശാരദാമ്മയാണെന്നും അതിന്റെ പാപഭാരവും കുറ്റബോധവും ശാരദാമ്മയിലുണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നുവാ ശാരദാമ്മ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വിഷ്ണുവേട്ടന്റെ ഹാർട്ട് നൽകിയത് ആർക്കാണെന്നുള്ള വിവരവും മറ്റോ? രേഷ്മ, വിഷ്ണുവേട്ടന്റെ ഹാർട്ട് ആർക്കാ കൊടുത്തെന്ന് അറിഞ്ഞോന്ന്? ഇല്ല, പക്ഷേ ശാരദാമ്മ ഇതൊക്കെ ഓർത്ത് വലിയ ആദിയില്ല. ശാരദാമ്മയെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ഞാൻ ശാരദാമ്മയെ കരുതുന്നത് എന്റെ അമ്മയെ പോലെ തന്നെയാ. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോ എന്നെ പോലെ ഒരാൾക്ക് പറയാതിരിക്കാനാവില്ല. അതാ ഞാൻ പറഞ്ഞത്. ശരി, കാര്യങ്ങൾ വിളിച്ചറിയിച്ചതിന് ഒരുപാട് നന്ദി. ഞാനിത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്തോളാം. എത്രയും പെട്ടെന്ന് അമ്മയെ ഡോക്ടറെ കാണിക്കുകയും ചെയ്യാം.
ശരി ശാലിനി. അമ്മ ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്താ കുഞ്ഞേച്ചി വിളിച്ചേ? ആ, അമ്മ എന്തി ശ്യാമേ? അമ്മയ്ക്ക് തീരെ സുഖമില്ല. പൂജാമുറി കയറി ഒരേ ഇരിപ്പാ. ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. അമ്മയും നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം. അതിനെ അമ്മയ്ക്ക് പനിയും ജലദോഷവും ഒന്നും അല്ല. ഏതോ ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടാ അമ്മയ്ക്കിപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ ആ സ്ത്രീ ആരാണെന്നും അവരെന്തിനാ അമ്മയെ കാണാൻ വന്നതെന്നൊക്കെ കുഞ്ഞേച്ചിക്കും അറിയാം. പറ, ആരാ അവര്? ഓ, നിങ്ങൾക്കൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലോ. ആ രഹസ്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടാ അമ്മയ്ക്കിപ്പൊ ഇങ്ങനൊരവസ്ഥ വന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നു പോലും. അല്ല, ഏതോ ഹോസ്പിറ്റലാ കൊണ്ടുപോകാൻ പോകുന്നേ? അത് പറ. ഇനിയിപ്പോ ശാരദയ്ക്കും മക്കൾക്കും ആ പേര് കൂടിയേ വീഴാനുള്ളൂ. ഭ്രാന്തുള്ള കുടുംബമെന്ന്. എല്ലാരും കൂടി സ്നേഹിച്ച് അമ്മ അവിടെ എത്തിക്കാതിരുന്നാ മതി. എനിക്കതേ പറയാനുള്ളൂ. വിശേഷം തിരക്കാൻ വിളിച്ചിരിക്കുന്നു. ചന്ദ്രയെ, നീ കരയാതെ കാര്യം പറ. എന്താ ഉണ്ടായത്? ഏട്ടാ, ആ ലാസർ ഇവിടെ വന്നിരുന്നു. എന്നെ അയാളിൽ നിന്ന് രക്ഷിക്കാൻ നോക്കിയതാ റാണി. പിടിവലിക്കിടയില് റാണിക്ക് കത്തി കൊണ്ട് മുറിവേറ്റത്. വേലായുധേട്ടൻ ആ സമയത്ത് വന്നോണ്ടാ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. അയാൾ ഇനിയും വരും, എന്നെ കൊല്ലും ഉറപ്പാ. നീ ഇങ്ങനെ പേടിക്കാതെ, ഞാനിവിടെ ഉണ്ടല്ലോ. ഇനി അവൻ വരില്ല. നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അല്ലാതെ നമ്മുടെ അച്ഛനല്ലേ, നമ്മളെ കൊല്ലാനായിട്ട് ആളെ വിടുവോ? ഏട്ടാ, അയാള് കൊല്ലാൻ തന്നെയാ വന്നത്. റാണി ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്ക് പേടിയാവുന്നേട്ടാ. കരയാതെ.